നമ്മളിന്ന് 5 പ്രധാന ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം കോർ അസംഷൻസ്, പിന്നെ ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അടുത്തത് ടൈമിങ്ങിന്റെ പ്രാധാന്യം, അതിനുശേഷം ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്, അവസാനം നിങ്ങളുടെ CA/IB പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചില കിടിലൻ ടിപ്സും. റെഡി. അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കാം. നമ്മുടെ കെട്ടിടത്തിന്റെ അടിത്തറ, അതായത് കോർ അസംഷൻസ്. ഇവയാണ് അക്കൗണ്ടിംഗ് ലോകത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ചെയ്യാനാവാത്ത ചില വിശ്വാസങ്ങൾ. ഓക്കെ, ആദ്യത്തേത് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താണിത് സംഭവമെന്നല്ലേ? വളരെ സിമ്പിളാണ്. ബിസിനസ് വേറെ, അതിന്റെ മുതലാളി വേറെ. നിയമത്തിന്റെ കണ്ണിൽ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കണക്കും മുതലാളിയുടെ പേഴ്സണൽ കണക്കും തമ്മിൽ യാതൊരു കാരണവശാലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ദേ, ഈ ചിത്രം നോക്കൂ. ഉടമയും കമ്പനിയും തമ്മിൽ വ്യക്തമായൊരു അതിർവരമ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്നത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് നോക്കിയാണ്, അല്ലാതെ ഉടമയുടെ ഭാഗത്തുനിന്നല്ല. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ലൊരു കൃത്യത ഉറപ്പാക്കാൻ സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ടൊരു ആശയമാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇതനുസരിച്ച് നമ്മളെപ്പോഴും സങ്കല്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് തുടങ്ങുന്നത് പെട്ടെന്നൊരു ദിവസം അടച്ചുപൂട്ടാനല്ല, മറിച്ച് ദീർഘകാലത്തേക്ക് പ്രവർത്തിച്ച് മുന്നോട്ടു പോകാനാണ് എന്നാണ്. ഈ ടൈം ലൈൻ കാണിക്കുന്നത് പോലെ ബിസിനസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു, അത് അടുത്ത ഭാവിയിലും തുടരും, ദീർഘകാലത്തേക്ക് നിലനിൽക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ വിശ്വാസമുള്ളതുകൊണ്ടാണ് നമുക്ക് ചെലവുകളും വരുമാനവുമൊക്കെ പല വർഷങ്ങളിലായി വീതിച്ച് രേഖപ്പെടുത്താൻ കഴിയുന്നത്. ഇത് ബിസിനസിന്റെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം നൽകാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നമുക്ക് 2 ആശയങ്ങൾ ഒരുമിച്ച് നോക്കാം. ഒന്ന് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്, 2 സ്റ്റേബിൾ മോണിറ്ററി യൂണിറ്റ്. ഒരു ബിസിനസ് തുടങ്ങി അടച്ചുപൂട്ടുന്നതുവരെ അതിന്റെ ലാഭം കണക്കാക്കാൻ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? അതിന്റെ ജീവിതകാലത്തെ കൃത്യമായ ഇടവേളകളായി, അതായത് അക്കൗണ്ടിംഗ് പീരീഡുകളായി തിരിക്കും. അതുപോലെ തന്നെ പണത്തിന്റെ മൂല്യം എപ്പോഴും സ്ഥിരമായി നിൽക്കുമെന്നും നമ്മൾ കണക്കുകൾക്കായി സങ്കൽപ്പിക്കുന്നു. അപ്പോൾ അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഓരോ മാസമോ ക്വാർട്ടറോ അല്ലെങ്കിൽ വർഷം തോറുമോ ബിസിനസ്സിന്റെ പ്രകടനത്തിന്റെ ഓരോ സ്നാപ്ഷോട്ട് എടുക്കുന്നത് പോലെയാണ്. സ്റ്റേബിൾ മോണിറ്ററി യൂണിറ്റ് എന്ന ആശയം പണപ്പെരുപ്പം പോലുള്ള സങ്കീർണമായ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് അക്കൗണ്ടിംഗ് പ്രക്രിയ ലളിതമാക്കാനും സഹായിക്കുന്നു. അടിത്തറ റെഡി. ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് ചട്ടക്കൂട് പണിയാം. അതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ, റെക്കോർഡിംഗ് മെക്കാനിക്സ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് എന്നതിന്റെ പ്രാക്ടിക്കൽ നിയമങ്ങൾ. അടുത്ത പ്രധാന നിയമമാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഇതിന്റെ ആശയം ഒറ്റ വാചകത്തിൽ പറയാം: പണമായി കണക്കാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കണക്കിലില്ല. അതായത് പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമേ നമ്മൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്താറുള്ളൂ. താരതമ്യം ഒന്ന് നോക്കിക്കേ. പണം കൊടുത്തു വാങ്ങിയ സാധനങ്ങൾ, ശമ്പളം കൊടുത്തത്, ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തും. എന്നാൽ ജീവനക്കാരുടെ ആത്മാർത്ഥത അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി, ഇതൊക്കെ ബിസിനസ്സിന് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിനെയൊന്നും പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരില്ല. ഇനി വരുന്നത് അക്കൗണ്ടിങ്ങിലെ ഒരു സൂപ്പർ സ്റ്റാർ കോൺസെപ്റ്റാണ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും സംഗതി സിമ്പിളാണ്. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് 2 മുഖങ്ങളുണ്ടാകും. അതായത് ഒരിടത്ത് എന്തെങ്കിലും കിട്ടുമ്പോൾ മറ്റൊരിടത്തു നിന്ന് എന്തെങ്കിലും പോകും. കൊടുക്കൽ വാങ്ങൽ പോലെ. ഈ ഒരു ഒറ്റ ഐഡിയയുടെ പുറത്താണ് നമ്മൾ ഈ പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റം മുഴുവൻ കിട്ടിപ്പോകിയിരിക്കുന്നത്. ഈ ഉദാഹരണം ശ്രദ്ധിച്ചേ. നമ്മൾ പണം കൊടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ എന്തു സംഭവിക്കും? നമ്മുടെ കയ്യിലെ ക്യാഷ് എന്ന അക്കൗണ്ട് കുറയും. പക്ഷേ അതേസമയം നമ്മുടെ സ്റ്റോക്കിലുള്ള ഇൻവെന്ററി എന്ന അക്കൗണ്ട് കൂടും. കണ്ടില്ലേ? ഇങ്ങനെ ഓരോ ഇടപാടും അക്കൗണ്ടിംഗ് സമവാക്യത്തെ എപ്പോഴും ബാലൻസ് ചെയ്തു നിർത്തുന്നു. ഇനി നമുക്ക് കോസ്റ്റ് കോൺസെപ്റ്റ് അഥവാ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതനുസരിച്ച് നമ്മൾ വാങ്ങുന്ന കെട്ടിടം, മെഷീനറി പോലുള്ള സ്ഥിര ആസ്തികൾ, അത് വാങ്ങാൻ എന്തു വിലയായോ ആ വിലയിൽ തന്നെ രേഖപ്പെടുത്തുന്നു. കാലം കഴിയുമ്പോൾ അതിന്റെ മാർക്കറ്റ് വില കൂടിയാലും കുറഞ്ഞാലും നമ്മളത് പരിഗണിക്കുന്നില്ല. ഒരു ആസ്തിയുടെ മൂല്യം കാലക്രമേണ എങ്ങനെയാണ് കണക്കുകളിൽ കാണിക്കുന്നതെന്ന് നോക്കാം. ആദ്യം വാങ്ങിയ വിലയിൽ നമ്മളത് രേഖപ്പെടുത്തുന്നു. പിന്നീട് ഓരോ വർഷവും അതിന്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന തേയ്മാനം, അതായത് ഡിപ്രീസിയേഷൻ, കുറയ്ക്കുന്നു. മാർക്കറ്റിൽ വില കൂടുന്നതോ കുറയുന്നതോ നമ്മളിവിടെ പരിഗണിക്കുന്നേയില്ല. ഇത് കണക്കുകളിൽ ഒരു സ്ഥിരത നിലനിർത്താൻ വേണ്ടിയാണ്. ഓക്കെ, ഇടപാടുകൾ എങ്ങനെ രേഖപ്പെടുത്തണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് എപ്പോൾ രേഖപ്പെടുത്തണം എന്നതിനെക്കുറിച്ചാണ്. അതെ, അക്കൗണ്ടിങ്ങിൽ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ പ്രധാനമായും 2 രീതികളുണ്ട്: അക്രൂവൽ ബേസിസ്
പിന്നെ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസ് വളരെ ലളിതമാണ്. പണം കയ്യിൽ കിട്ടുമ്പോഴോ കയ്യിൽ നിന്ന് പോകുമ്പോഴോ മാത്രം ഇടപാട് രേഖപ്പെടുത്തുന്നു. എന്നാൽ അക്രൂവൽ ബേസിസിൽ ഇടപാട് എപ്പോഴാണോ നടക്കുന്നത് അപ്പോൾ തന്നെ അത് രേഖപ്പെടുത്തും. പണം കിട്ടിയോ കൊടുത്തോ എന്നത് അവിടെ ഒരു വിഷയമല്ല. ഈ അക്രൂവൽ രീതിക്കാണ് അക്കൗണ്ടിംഗ് ലോകത്ത് കൂടുതൽ അംഗീകാരം. ഈ ചിത്രം 2 പ്രധാന ആശയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്: റിയലൈസേഷൻ കോൺസെപ്റ്റ്, പിന്നെ മാച്ചിംഗ് കോൺസെപ്റ്റ്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിൽപ്പന എപ്പോഴാണോ നടക്കുന്നത് അപ്പോൾ തന്നെ വരുമാനം രേഖപ്പെടുത്തുക. മാച്ചിംഗ് എന്ന് വെച്ചാൽ ആ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ചെലവുകളും അതേ അക്കൗണ്ടിംഗ് കാലയളവിൽ തന്നെ രേഖപ്പെടുത്തുക. ഇവ രണ്ടും കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സിന്റെ ശരിയായ ലാഭം കണ്ടെത്താൻ സാധിക്കൂ. ശരി, നമ്മൾ കെട്ടിടത്തിന്റെ അടിത്തറയും ചട്ടക്കൂടും ഒക്കെ പണിതു. ഇനി അതിന് അവസാന മിനുക്കുപണികൾ നൽകാം. അതാണ് നമ്മുടെ 4ാമത്തെ സെക്ഷൻ, ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്. ഈ തത്വങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ വിശ്വസനീയവും താരതമ്യം ചെയ്യാൻ കഴിയുന്നതുമാണെന്ന് ഉറപ്പുവരുത്തുന്നു. ഇനി 3 പ്രധാന തത്വങ്ങൾ പരിചയപ്പെടാം: കൺസർവേറ്റിസം, പ്രൂഡൻസ്, മെറ്റീരിയാലിറ്റി. കൺസർവേറ്റിസം പറയുന്നത് വരാനിരിക്കുന്ന ലാഭത്തെക്കുറിച്ച് അധികം ആലോചിക്കേണ്ട, പക്ഷേ വരാൻ സാധ്യതയുള്ള എല്ലാ നഷ്ടങ്ങളും മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നാണ്. പ്രൂഡൻസ് എന്നാൽ എപ്പോഴും ഒരു മുൻകരുതലോടെ ജാഗ്രതയോടെ തീരുമാനമെടുക്കുക. മെറ്റീരിയാലിറ്റിയോ ഒരു നിക്ഷേപകന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിവരങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുക. അടുത്ത 2 തത്വങ്ങൾ: കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് രീതികൾ ഓരോ വർഷവും മാറ്റിക്കൊണ്ടിരിക്കരുത്. എന്നാലേ നമുക്ക് പല വർഷങ്ങളിലെ പ്രകടനം തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റൂ. ഫുൾ ഡിസ്ക്ലോഷർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനമെടുക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും സത്യസന്ധമായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലോ അതിന്റെ കുറിപ്പുകളിലോ ഉൾപ്പെടുത്തണം എന്നാണ്. കൊള്ളാം. അപ്പം നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ അടിത്തറ മുതൽ മുകളറ്റം വരെ എല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഇതെല്ലാം നിങ്ങളുടെ പരീക്ഷാ വിജയത്തിനായി എങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കെട്ടിടം പണി പൂർത്തിയാക്കിയിരിക്കുന്നു അല്ലേ? 4 പ്രധാന തൂണുകളും നമ്മൾ ഉറപ്പിച്ചു: കോർ അസംഷൻസ്, പിന്നെ റെക്കോർഡിംഗ് മെക്കാനിക്സ്, ടൈമിംഗ്, ഒടുവിൽ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്.